ഹലോ അഖിൽ, ഹലോ ഹലോ. എന്താ നീ വരുന്നില്ലേ? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ചോണ്ട് നിൽക്കുകയാണ്. ഞാനിതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞു. 9 മണി കഴിഞ്ഞ് ഞാനിതാ പുറപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നില്ലേ, ഉം, ഇത് എല്ലാരും കിടന്നാ ഉം. അല്ലെങ്കിൽ കിടക്കാനുള്ള തയ്യാറെടുപ്പാ? 9 മണിയിലായിട്ടുള്ളൂ. ഒരു 10 മണിയാകുമ്പോഴൊക്കെ കിടക്കും. ഞാനിപ്പം പുറപ്പെട്ടാല് 9:30 ഞാൻ അവിടെ എത്തും. അതാണ് പ്രശ്നം. ഒരു 10 മണി ആവണ്ടേ? നീ എന്നെ പറഞ്ഞ അന്ന് 9 മണി. അല്ല, വന്ന് ഞാൻ അങ്ങനെ കയറാൻ പറ്റുമോ ചോദിക്കുന്നേ. കയറാൻ പറ്റണെങ്കിൽ അവര് ഉറങ്ങണോ? ആ നീ ഒരു 9:30 കിട്ടോ? അതെ, ഒരു 9:30 വിടാന്നുള്ള സെറ്റപ്പിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരു 9:15 ആകുമ്പോൾ നിന്നെ വിളിക്കണം എന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് നിന്റെ കോള് വന്നത്. അല്ല, ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടാ? വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു കളവ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നീ അറിയണ്ട. ഒരു കളവ് പറഞ്ഞ അതും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കുറ്റിക്കാടൊക്കെ ഒന്ന് വയക്കാമായിരുന്നു, വെട്ടിത്തെളിക്കാമായിരുന്നു. ഞാൻ ശരിയാക്കി. എന്ത് ശരിയാക്കാൻ? ഇന്നലെ ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇന്ന് വീട്ടിൽ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കറി കൂട്ടിയാലാ മനസ്സിലായ. നാക്കിന് ഭയങ്കര പോച്ചല്. നീയല്ലേ പറഞ്ഞ കാടെല്ലാം വെട്ടി റെഡിയാക്കി നോക്കുമ്പോ അതിന്റെ ചെറിയ ചെറിയ കുറ്റികളുണ്ടായിരുന്നു കാടിന്റെ. അതിനെ കൊണ്ട് അതുകൊണ്ട് നായിന്റെ സൈഡെല്ലാം കുത്തി കുത്തി ഒരു നാലി മുറിഞ്ഞ പോലെ ആയിരുന്നു കേട്ടാ. എന്തൊരു ഉറപ്പാടി ഇതിനൊക്കെ. എന്ത് വള കൊടുത്തിരുന്നു നീന്? എന്ത് വള? വെള്ളം കിട്ടുന്നില്ലേ? അതുകൊണ്ട് വളർത്തിയായിരിക്കും അല്ലേ? വേഗം വളരും. ചെത്തിക്ക് വരുമ്പോ നല്ല കൊണ്ടയോടെ വെട്ടിക്കളയണം. കൊണ്ടയോടെ വെട്ടിയാല് അത് കുറച്ച് തീർത്ത് വരും. അതാണ്. അന്നേരം എനിക്ക് ഇത് പ്രശ്നമൊന്നും കണ്ടിട്ടില്ലേ. അത് കഴിക്കുമ്പോ തിന്നുമ്പോ അങ്ങനെ പ്രശ്നം കണ്ട. തിന്നു കഴിഞ്ഞാലാണ് അവിടെയൊക്കെ നാക്കിനൊക്കെ തറച്ച് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലായി. പ്രശ്നമില്ലാണ്ട് പിന്നെ അതുമാതിരിയല്ലോ കളി. പിന്നെ അങ്ങനെ അതിനാണല്ലോ മാത്രമേ പോച്ചിലുള്ളൂ. ബാക്കി എല്ലാവരുടെയും പോച്ചലുണ്ട്. പോച്ചല് മാത്രമല്ല, എവിടെയൊക്കെ പല്ലൊക്കെ തട്ടിയിട്ടുണ്ട്. മുളക് തേച്ചിട്ടുണ്ട് കേട്ടോ. മുളകൊന്നും തേച്ചിട്ടില്ല. കുറച്ച് തേന് കൊണ്ടുവരുന്നാലോന്ന് ആലോചിക്കുന്നുണ്ട്. കടിച്ച് തിന്നേക്കല. ഐസ്ക്രീം വന്നു കഴിഞ്ഞാല് അത് എന്താണ് നക്കി ഇങ്ങനെ നുണച്ച് കഴിക്കാനുള്ളല്ലേ ഐസ്ക്രീം. കടിച്ച് പല്ലുകൊണ്ട് കടിച്ച് തിന്നു കഴിഞ്ഞാൽ പിന്നെ അതെന്തിനാ കൊള്ളുക? നല്ല രുചി ഇത് വന്നപ്പോ ഞാൻ കടിച്ചു. അത്രേ ഉള്ളൂ. വെള്ളം തട്ടുമ്പാണ് അറിയുന്നത്. അന്നേരാന്നും തോന്നിയിട്ടില്ല. കടിച്ചോ മുറിച്ചോ മൊത്തം. ഇന്ന് കൊഴപ്പൊന്നുമില്ല. സഹിച്ച് പിടിച്ച് നോക്കാം. എന്തെന്നായാലും ആ സമയാകുമ്പോ പിന്നെ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. പോയിട്ടില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം ഈ രാത്രി വരെ ആക്കാൻ വേണ്ടി പെട്ട പാടാണ്. അപ്പൊ ഇത് ദിവസവും പരിപാടി തുടങ്ങാനാ? പിന്നല്ലാണ്ട് സമയം പോകില്ല. വൈകുന്നേരം രാത്രിയാണെന്ന് വെച്ചിട്ട് ഒന്നിട്ട് നോക്കുമ്പോ സമയം പോകുന്നില്ല. ഞാൻ ചിലപ്പോ നാളെ പോകും കേട്ടോ. നീയല്ലേ പറഞ്ഞ 2-3 ദിവസം നോക്കും. നീ അവിടെ തന്നെ നിൽക്കുവോ? എന്തെങ്കിലും അല്ല, അമ്മയുടെ എന്തെങ്കിലും സുഖമായ നിന്റെ?
അമ്മേനെ പനി കുറച്ച് സുഖമായി. സുഖമായിട്ടില്ലാതെ മറ്റേ നിൽക്കുകയാണ്. ഉം? സുഖമായിട്ടില്ലാതെ മറ്റേ നിൽക്കുകയാണ്. എന്താടാ അങ്ങനെ നിക്കാൻ പറ്റുമോ എനിക്ക്? അങ്ങനെ ഇപ്പൊ സ്ഥിരമായിട്ട് നിക്കാൻ പറ്റുമോന്ന്? സ്ഥിരമായിട്ട് നിൽക്കണ്ട, 2-3 ദിവസം കൂടി നിൽക്കുക. അല്ല, നിന്റെ കാര്യം ഓർമ്മിക്കുമ്പോ നിക്കണമെന്നുണ്ട്. എന്റെ കാര്യം മാത്രമായിട്ട് അല്ല, നമ്മളെ ഔദാര്യം. കാര്യം. എന്ത് പറ. ഉം. 2-3 ദിവസം സ്വർഗത്തിലെത്തിയ പക്ഷേങ്കില് പക്ഷേങ്കില് അങ്ങനെ നിക്കാനും പറ്റൂലല്ലോ. ഒന്നുമില്ല, ഞാനിനി അങ്ങ് പോയി കഴിഞ്ഞാൽ എന്നാ ചെയ്യാ? അതല്ലേ ഞാനിപ്പോ ആലോചിക്കുന്നു. തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. അതുകൊണ്ടാന്ന് ഇപ്പൊ ആലോചിക്കണ്ട. 2 ദിവസം സ്വർഗത്തിൽ തന്നെ. ഞാൻ ഒരു ദിവസം കൂടി പിടിച്ചു നിൽക്കാം. നീ പിടിച്ചു നിൽക്കണ്ട. നീ അവിടെ മുട്ടുകുത്തി നിന്നാ മതി. ഇന്ന് അങ്ങനെയാണ് കേട്ടോ സംഭവമല്ലോ. ആയിക്കോട്ടെ. ഞാൻ പുറത്ത് നിൽക്കും, നീ മുട്ടുകുത്തി നിൽക്കും, എന്നിട്ട് നമുക്ക് കഥ പറയാം കേട്ടാ. അതൊരു ഭയങ്കര സംഭവമായിരിക്കും ആ കഥ. ഒരു അരമണിക്കൂർ കൂടി കഴിയാണെന്നാല് ഞാനിത് റെഡി ആയിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. എന്റെ ഈ സമയം കടന്നു പോണ്ടേ. നീ വിളിച്ചു തന്നായി. അതുവരെ സംസാരിച്ച് ഇങ്ങനെ കുളിര് പോരാലോ. പിന്നെ എല്ലാം ഫ്രീ ആക്കിയിട്ട് എല്ലാം തുറന്നു വിട്ടേ കേട്ടോ. ഒന്നും കെട്ടി വെക്കണ്ട. തുറന്നു വിട്ടിട്ട് കെട്ടി വെച്ച് ഇതെല്ലാം അയച്ചു വിടാൻ വലിയ പണിയാണ്. അല്ലേ? ഇഷ്ടംപോലെ സംഭവമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. മൊത്തത്തിലെല്ലാം ഒരുപ്പടിയേ. നമുക്ക് ഇത്ര സംഭവമുണ്ട്, നിങ്ങൾക്ക് അടുത്ത് ആ ഒരു സംഭവം മതിയല്ലോ. നിങ്ങള് അതിനുവേണ്ടി നമ്മളെ ഇങ്ങനെ മാടി പിടിക്കുന്നില്ലേ? നമുക്ക് ആ ഒരു സംഭവം മതി. അതന്നെയല്ലേ ഏറ്റവും വലുത്. നിങ്ങളിങ്ങനെ പിറകെ വരുമല്ലോ. നമ്മളെ സംഭവം കൂടി ഇല്ലെങ്കിൽ നിങ്ങള് രണ്ടാളെ സംഭവം വേണം. അല്ലേ നമ്മളെ സംഭവം ഇല്ലെങ്കിൽ നിങ്ങള് കാര്യം നടത്തുമല്ലോ. അപ്പൊ നിങ്ങൾക്കാണോ ക്ഷാമം? പറ്റില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും പറ്റില്ല. വെണ്ണയില്ലേ, വെണ്ണ കൈമേലുള്ളതിന്റെ. പിന്നെ വേറെ സമയം പോകുന്നില്ലല്ലോ എന്ന് പറയാ. സമയം പോകും. അതുകൊണ്ടല്ലേ സമയം പോകാത്തത്. അല്ല, ഞാന് രാവിലെ തുടങ്ങിയതാ തിരക്ക്. അവിടെ നീ വന്നതിന് ശേഷം കുറച്ച് ഉറങ്ങാന്ന് വിചാരിച്ചു. എന്തോ ഉറക്ക്. ഉറങ്ങിയിട്ട് നീ വന്നിട്ടില്ല. ഇപ്പഴല്ല, ഇന്ന് രാവിലെ പറഞ്ഞു. രാവിലെ കുറച്ചൊക്കെ വന്നതിന് ശേഷം പോയിട്ടില്ല, ജോലിക്ക് പോയിട്ടില്ല. പോയിന് വർക്കിന് പോയി. വർക്കിന് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല, വർക്ക് 2 വർക്കും വളരെ നന്നായിട്ട് നടത്തണ്ടേ. മറ്റേ വർക്കും വേണം, ഈ വർക്കും വേണ്ടേ. ഇന്നേ
ഉം. ഉം, ഇന്ന് ഉം. നിലവിളിയെല്ലാം കുറച്ചോട്ടാ. നീ വായി പൊട്ടിപ്പിടിക്കേണ്ടി വരും. ഇന്നലെ ഞാൻ പാട് പിടിച്ച വായു പൊത്തിപ്പിടിച്ചത്. ഉം. എന്റെ വായു പൊത്തിപ്പിടിച്ച പിന്നെ എന്റെ കാര്യം കൂടെ എനിക്ക് നോക്കണ്ടേ. വായു മാത്രം പൊത്തിപ്പിടിച്ചാ പോരല്ലോ. നിന്റെ വായി ഞാൻ പൊട്ടിപ്പിടിച്ച ഉം. ഉം. അത് ഇങ്ങനെ താഴെ കേൾക്കൂലേ ഇതിന്റെ സൗണ്ടൊക്കെ? അവരെ ഉറക്കത്ത് നീണ്ടതൊക്കെ അവരെയൊക്കെ സ്വപ്നം കണ്ടിട്ട് കരയുന്നതായിരിക്കും. ഇപ്പൊ സ്വന്തം കാണണ്ട. അങ്ങനെ സൗണ്ട് കേൾക്കുമ്പോ അന്നേരം ഇടുന്നത് അങ്ങനെ ഒരു പ്രത്യേകതരം ശബ്ദമൊക്കെ വരുന്നു. അതൊക്കെ ഉണ്ട്. മുമ്പത്തിനൊക്കെയാണെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് എനിക്ക് സൗണ്ടും ഇതെല്ലാം കൂടി വരുന്നത്. അതുകൊണ്ടാ പറഞ്ഞേ അധികം സൗണ്ട് ആക്കണ്ട. അങ്ങനെയൊന്നുമില്ലേ, അത് ഒരു റൂമില് ഒറ്റക്കല്ലേ ഉള്ളത്. അപ്പൊ തന്നെ അങ്ങനെ അതുകൊണ്ടാണല്ലേ. ഇനി ഞാൻ കിട്ടുന്ന അടുക്കെല്ലാം കടിച്ച് കടിച്ച് തിന്നലായിരിക്കും. സമയാതനായി നോക്ക്. ഇപ്പളേ വന്ന് ഞാൻ സ്പീഡ് കൂടും, പിന്നെ ഞാൻ വേഗം അടി എത്തും. പിന്നെ ഞാൻ അവിടെ വന്നിട്ട് എന്റെ വീടിനടുത്ത് ചുറ്റിപ്പറ്റി നിൽക്കേണ്ടി വരും. നോക്കി ഇനിയുണ്ട് 10 മിനിറ്റ്, 10-20 മിനിറ്റ് ഉണ്ട്. മെല്ലെ വിരട്ടി കഴിച്ചൊന്നും നടക്കൂല. അതൊരു വില തന്നെയായിരിക്കും. കാരണം മനസ്സിൽ തേച്ചും വന്നിട്ട് ഓടി കയറേണ്ട കാര്യമല്ലേ ആലോചിക്കുന്നു. അതല്ലെങ്കിൽ വണ്ടി മാത്രമല്ലല്ലോ, സ്പീഡിലാണല്ലോ അതങ്ങനെ തുടങ്ങി കഴിഞ്ഞ പിന്നെ എന്ത് മെല്ലെ സ്പീഡായിരിക്കണ്ടേ. എനിക്ക് സ്പീഡ് കുറച്ചിട്ടായിരിക്കും ഇഷ്ടമല്ലേ. ഇനി ഞാൻ മാക്സിമം സ്പീഡ് കുറച്ച് തരാം. പക്ഷെ അത് നമ്മള് ഓടിക്കുന്ന സമയത്ത് അങ്ങ് സ്പീഡായി പോവും. അതാണ്. സ്പീഡ് വേണ്ട. സൗണ്ടും കൂടുതലായിരുന്നു. സൗണ്ടും കൂടുതൽ പുറത്തേക്ക് വരും. നീ നട്ടും ബോൾട്ടെല്ലാം വെച്ചിട്ട് ടൈറ്റ് ചെയ്തന്നെ. ഭയങ്കര ടൈറ്റ് ആണല്ലോ. അതും ആ വീട്ടിലെ തണുപ്പായുണ്ടായിരുന്നോ? ഒട്ടുക്കത്തെ തണുപ്പല്ല, ഒട്ടുക്കത്തെ ടൈറ്റ് ആട്ടോ നേരത്ത്. തണുപ്പായിട്ട് ടൈറ്റ് ആയിരുന്നു. ഇപ്പോഴും ഇങ്ങനെ ടൈറ്റിലെങ്ങനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. എന്നാ പിന്നെ ഞാൻ വിടാൻ നോക്കാം. ഓക്കെ, ഇതാ ഞാനിതെത്തി. അപ്പൊ എല്ലാം കെട്ടിയിട്ടെല്ലാം തുറന്നു വിട്ടേ, കാത്തൊക്കെ തുറന്നു വിട്ടേ കേട്ടോ. അപ്പൊ ഓക്കെ.